ദൈവിക നീതിയാൽ മാനുഷിക നീതിയെ അളക്കുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 22 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. നികുതി അടയ്ക്കുന്നതിനെക്കുറിച്ച് അഭിപ്രായം ഉണ്ടായപ്പോൾ കർത്താവ് ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, ശിമോനെ, നിന്റെ അഭിപ്രായം എന്താണ്? ഭൂമിയിലെ രാജാക്കന്മാർ ആരിൽ നിന്നാണ് നികുതി അല്ലെങ്കിൽ സെൻസസ് ഈടാക്കുന്നത്? അവരുടെ പ്രജകളിൽ നിന്നോ അഥവാ സ്വന്തം മക്കളിൽ നിന്നോ വിദേശീയരിൽ നിന്നോ? വിദേശികളിൽ നിന്ന് എന്ന് അവൻ പറഞ്ഞപ്പോൾ യേശു അവനോട് പറഞ്ഞു, എങ്കിൽ പ്രജകൾ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. എങ്കിലും അവർക്ക് ഇടർച്ചയുണ്ടാകാതിരിക്കേണ്ടതിന് കടലിൽ പോയി കൊളുത്തിട്ട് ആദ്യം വരുന്ന മത്സ്യത്തെ എടുക്കുക. അതിൻ്റെ വായു തുറന്നാൽ ദേവാലയത്തിന് നികുതി നൽകുവാനുള്ളതിൻ്റെ ഇരട്ടി വിലയുള്ള നാണയം കാണാം. എനിക്കും നിനക്കും വേണ്ടി അത് അവർക്ക് കൊടുക്കുക. 3 തലങ്ങളിൽ ഈ ധ്യാനത്തെ നമുക്ക് ക്രമപ്പെടുത്താം. 1. യേശു എല്ലാവരെയും നിരീക്ഷിക്കുന്നു. തൻ്റെ ആസന്നമായ കുരിശുമരണവും ബന്ധനവും തൻ്റെ അപ്പോസ്തലന്മാർക്ക് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ക്രിസ്തുവിന് അറിയാമായിരുന്നു. ഒന്നും മറച്ചു വയ്ക്കാത്ത അവൻ്റെ ഹൃദയം അത് അവർക്ക് വരുത്തുന്ന ഞെട്ടലിലും വിശ്വാസത്തിൻ്റെ അങ്ങേയറ്റ പരീക്ഷണത്തിലും ആശയക്കുഴപ്പത്തിലും നിസ്സംഗമായിരുന്നില്ല. അങ്ങനെ മെല്ലെ മെല്ലെ അവൻ അവരെ അതിനായി ഒരുക്കാൻ തുടങ്ങി. തൻ്റെ അപ്പോസ്തലന്മാരെ ആഴമായി പരിചരിച്ച ക്രിസ്തുവിൻ്റെ ഹൃദയത്തെക്കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ച ഈ ഭാഗം നമുക്ക് നൽകുന്നു. തൻ്റെ അടുത്ത സുഹൃത്തുക്കളിൽ ആദ്യത്തേത് തന്നെ അനുഗമിക്കാൻ അവൻ ക്ഷണിച്ചു. അവരുടെ കാൽച്ചുവടുകളിൽ നാം ഇന്ന് അവനെ അനുഗമിക്കാൻ ശ്രമിക്കുന്നു. നമുക്ക് ഇവിടെ പ്രാർത്ഥിക്കാം. ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കാനുള്ള കൃപയും കർത്താവിൻ്റെ കരുണയും ക്ഷമയും അനുഭവിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യാം. അവൻ പറയാൻ ശ്രമിച്ചതെല്ലാം അപ്പോസ്തലന്മാർക്ക് മനസ്സിലായില്ല. എന്നാൽ യേശുവിൻ്റെ ക്ഷമ തളർന്നില്ല. നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നമ്മോട് ചെയ്യുന്നത് പോലെ അവൻ അവരെ പടിപടിയായി ഉയർത്തി. അതെല്ലാം ഉൾക്കൊള്ളാൻ കഴിയാതെ വരുമ്പോൾ നാം തളരേണ്ടതില്ല. നമുക്ക് അവനെ അനുഗമിക്കാൻ കഴിയാത്ത വിധം അവൻ ഒരിക്കലും നമ്മേക്കാൾ മുന്നിലെത്തുന്നില്ല. അവൻ ചോദിക്കുന്നത് നമ്മൾ നടന്നുകൊണ്ടേ ഇരിക്കുക എന്നാണ്. 2. ഓരോരുത്തരെയും നിരീക്ഷിക്കുന്നു. യേശു തൻ്റെ ഓരോ അപ്പോസ്തലനെയും നിരീക്ഷിക്കുകയായിരുന്നു. അവനിൽ നിന്ന് ഒന്നും മറഞ്ഞിട്ടില്ലെന്നും നമ്മുടെ ഹൃദയവേദനകൾ പോലും അവൻ അറിയാമെന്നും നാം അറിയണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. നികുതി അടയ്ക്കാനുള്ള പണം എവിടെ കണ്ടെത്തും? അല്ലെങ്കിൽ തൻ്റെ യജമാനനുമായുള്ള സംഭാഷണം എങ്ങനെ കൊണ്ടുവരണം എന്നതിനെക്കുറിച്ച് അല്പം നിശ്ചയമില്ലായിരുന്നു. എന്നാൽ ക്രിസ്തു തൻ്റെ ഹൃദയം അറിയുകയും പത്രോസ് തൻ്റെ ആശങ്കകൾ പ്രകടിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാം പരിഹരിച്ചു. ചിലപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിലും സമാനമായ രീതിയിൽ പ്രവർത്തിക്കുന്നു. അവൻ എവിടെയാണെന്ന് അവനോട് ചോദിക്കാൻ സമയമുണ്ടാകുന്നതിന് മുമ്പ് തന്നെ തന്നെ അവതരിപ്പിക്കുന്നു. മറ്റു ചിലപ്പോൾ അവൻ കാത്തു നിൽക്കുകയും മറഞ്ഞിരിക്കുന്നതായും തോന്നുകയും ചെയ്യുന്നു. ഒരുപക്ഷെ പരിശുദ്ധാത്മാവ് ഈ എപ്പിസോഡ് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്താൻ പ്രചോദിപ്പിച്ചിരിക്കാം. അങ്ങനെ അത് അവൻ്റെ സത്യവും കൃപയും ഇന്നത്തെ നമ്മുടെ സ്വന്തം അനുഭവങ്ങളിൽ സംസാരിക്കാനും നമ്മോടുള്ള അവൻ്റെ ആർദ്രമായ എല്ലാം അറിയുന്ന താല്പര്യത്തെ ഓർമ്മിപ്പിക്കാനും കഴിയും. നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഈ സത്യം നമ്മുടെ ഹൃദയങ്ങളിൽ വേരുറപ്പിക്കാൻ പരിശുദ്ധാത്മാവിനോട് അപേക്ഷിച്ച് നമുക്ക് ജീവിക്കാം. 3. ലോകത്തിലെ ഒരു ക്രിസ്ത്യാനിക്കുള്ള ജീവിതം യേശു മാതൃകയാക്കുന്നു. ലോകത്തിലെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും പ്രതിബന്ധങ്ങളിൽ നിന്നും യേശു പോലും സ്വയം ഒഴിവാക്കിയില്ല. ലോകാരംഭത്തിന് മുമ്പ് നിലനിന്നിരുന്നവനും അതെല്ലാം ഉണ്ടാക്കിയവനുമായ പിതാവിനോടൊപ്പം സഹജീവിയായ ദൈവപുത്രൻ ക്ഷേത്ര നികുതി അടയ്ക്കാൻ സ്വയം താഴ്ത്തിയെന്ന് പരിഗണിക്കുക. ആ മനുഷ്യ നിയമങ്ങൾക്കും വ്യവസ്ഥകൾക്കും അതീതനായ എല്ലാറ്റിനും ഉപരിയായി താൻ എന്ന് പറയാമായിരുന്നവൻ തന്നെ താഴ്മയോടെ നികുതി അടച്ചു. പാപമൊഴികെ എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ ഒരുവനാകാൻ അവൻ ശരിക്കും ആഗ്രഹിച്ചിരുന്നു എന്ന് നമുക്കെപ്പോഴെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ ഭാഗം സത്യത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുകയും അവൻ തൻ്റെ കാര്യവും പരിപാലിക്കുന്നു എന്ന് വിശദമായി കാണിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ ഈ ജീവിത സാക്ഷ്യം പത്രോസ്ലീഹ ഒരിക്കലും മറന്നിട്ടില്ല. പിന്നീട് സ്വന്തം ജീവിതത്തിൽ അവൻ അത് എങ്ങനെ അനുകരിക്കും?
പ്രിയരെ, നമുക്കും നമ്മുടെ ജീവിതത്തിൽ മാനുഷിക നീതിയെ ദൈവിക നീതിക്ക് മുന്നിൽ നീതീകരിച്ചുകൊണ്ട് ജീവിക്കുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.